പ്രിയമുള്ളവരെ, ഇപ്പോൾ നഴ്സുമാരെ ആ ജോലിയെ മാലാഖമാർ എന്ന് വിളിക്കാനും അവരെ പ്രതി കണ്ണീരൊഴുക്കാനും അനേകം പേർ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. ആ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആ മുൻപത്തെ ചരിത്രം യഥാർത്ഥത്തിൽ നഴ്സുമാരുടെ എന്താണ്? പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സംഘടിതമായ ആശുപത്രി കൊണ്ടുവരുമ്പോൾ ക്രൈസ്തവ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നഴ്സിംഗ് ജോലി വികസിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എന്ന് ആസ് എ പ്രൊഫഷൻ അത് മിഷനറി ഔട്ട്പുട്ടാണ്. അല്ലാതെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എടുത്തിട്ട് കങ്കണ റഹാവത്ത് പറയുന്ന പോലെ ഉണ്ടായതല്ല. അവളുടെ ഡ്രസ്സ് പോലെ ഡ്രസ്സ് ഇടാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 100% ക്രിസ്ത്യൻ മിഷനറി ഇൻവെൻഷനാണ് നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ. അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഈ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ആ ആശുപത്രി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ആദ്യം ഏറ്റവും അടിസ്ഥാനം അംഗീകരിക്കുക. ഇതാണ് അതിൻ്റെ ഒറിജിൻ. ഇനി അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? കൊല്ലം രൂപതയുടെ ബിഷപ്പായ ബിഷപ്പ് ബെൻസിഗർ കൊല്ലത്ത് ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. ആ ആശുപത്രിയിൽ ഇപ്പം നമ്മളറിയാം ബെൻസിഗർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ്. ഇവിടേക്ക് വിദേശത്ത് നിന്ന് 4 നഴ്സുമാരെ സിസ്റ്റർമാരെ കൊണ്ടുവന്നിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നേഴ്സിംഗ് പ്രൊഫഷൻ ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് ഈ നഴ്സുമാർ ഇത് പഠിച്ചതിന് ശേഷം അധികം സേവനം അനുഷ്ഠിച്ചിരുന്നത് നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള മിലിറ്ററി ക്യാമ്പുകളിലാണ്. അപ്പോൾ ഈ നഴ്സുമാരെ കുറിച്ച് ഇന്ത്യയിൽ രാത്രി പെണ്ണുങ്ങൾ പോകുന്നതിന് വേശ്യാവൃത്തി എന്നാണ് വിളിക്കുക. മാത്രമല്ല, ഈ മിലിറ്ററി ക്യാമ്പുകളിൽ ഇവർ ചികിത്സിക്കുന്നത് മുഴുവൻ ആണുങ്ങളെയാണ്. ആണുങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള അസുഖത്തിന് എല്ലാതരം ജോലിയും ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അവരെ ഹൈഡ്രോസിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരും, അവരുടെ ഫിസ്റ്റുലയ്ക്ക് ഓപ്പറേഷൻ നടത്തേണ്ടി വരും. എല്ലാ സമയത്തും ഈ നേഴ്സാണ് അവരെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ പുരുഷന്മാരെ ശരീരത്തിൽ തൊടുന്നവരും മിലിറ്ററി ബാരക്കുകളിൽ രാത്രി കാലത്ത് നടക്കുന്നവരുമായവരെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെയാണ് ഒരു 50 കൊല്ലം മുൻപ് കഥകൾ, നോവലുകൾ, നാടകങ്ങൾ, സിനിമകൾ, അതായത് പട്ടാളം ബാരക്കിൽ എല്ലാ ആണുങ്ങളുടെയും മുറി തപ്പിച്ചെല്ലുന്ന ഒരാളുകളായിട്ടാണ് ഇവരെ കണക്കാക്കിയിരുന്നത്. ഞാനൊരു 1985 ഹിമാചൽ പ്രദേശിലെ ഹെഡ് നേഴ്സിൻ്റെ വീട്ടിൽ ഒരു 2-3 ദിവസം താമസിച്ചിട്ടുണ്ട്. ആ സഹോദരിയാണ് എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. ഒരു ദിവസം ഞാൻ കിടന്നത് ബാരമുള്ളയിലെ ക്രൈസ്തവ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ ഈ അമ്മാമ്മ എന്നോട് പറഞ്ഞത്, ആ നേഴ്സ് എന്നോട് പറഞ്ഞത്, യുദ്ധസമയത്ത് 5000 പുരുഷന്മാരും അതിൻ്റെ നടുവിൽ ഒരു സുന്ദരിയായ ഞാനും. ചിലരുടെ തുറിച്ചു നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവും. കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് ആരാണ് ഇവരെ രക്ഷിച്ചെടുത്തത്? ഇതിനൊരു വളരെ മാന്യമായ സമൂഹത്തിൽ അംഗീകരിക്കാവുന്ന പ്രൊഫഷനായിട്ട് മാറ്റിയത് ആരാണ്? പ്രിയമുള്ളവരെ, ആദ്യം ഇതിനു വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത് തെക്ക് ഭാഗത്ത് ഇന്ന് നമ്മൾ പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കുറേയധികം നേഴ്സുമാർ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ സ്വാധീനത്തോടെ, മാർത്തോമ സഭയുടെ സ്വാധീനത്തോടെ പുറത്തേക്ക് പോയത്. അതിനുശേഷം ഇതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആ ഒരു ബിഷപ്പും 2 വൈദികരുണ്ട്. ആ ബിഷപ്പിൻ്റെ പേരാണ് ഡോക്ടർ ജോസഫ് കുണ്ടുകുളം. ആ അച്ഛന്മാരുടെ പേരാണ് 1 ജോസഫ് വിളങ്ങാടൻ, 2 ഫാദർ വെർണർ ചാലക്കൽ CMI. അവരുടെ ശ്രമഫലമായിട്ട് 1970-നും 60-നും 80-നും ഇടയിൽ ഒരു 10,000-ഓളം നേഴ്സുമാരെ അവർ യൂറോപ്പിലേക്ക്, ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റിവിട്ടു. ഇതിൽ വെർണർ അച്ഛനും വിളങ്ങാടൻ അച്ഛനും ജർമ്മൻ മലയാളത്തേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം.
ഇവർ രണ്ടുപേരുമായിട്ട് എനിക്ക് കൊച്ചുകുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവരിങ്ങനെ കയറ്റി വിടുമ്പോൾ ആ പോയ നഴ്സുമാർ അവിടെ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ആ നഴ്സുമാരെ കുറിച്ചും ഈ ബിഷപ്പിനെ കുറിച്ച് അച്ഛന്മാരെ കുറിച്ചും പറഞ്ഞാൽ എന്താ? ഒന്ന്, ഇവർ പിമ്പുകളാണ്. രണ്ട്, ഇവർ മനുഷ്യക്കടത്തുകാരാണ്. പ്രിയമുള്ളവരെ, ആ പോയ 10,000 പേരുടെ സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ അവിടെ 1 ലക്ഷം 2 ലക്ഷമായിട്ട് വർദ്ധിച്ചത്. അപ്പോൾ ഒരിക്കൽ ഞാൻ യൂറോപ്പിൽ പഠിക്കാൻ പോണ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് തുച്ഛമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തായ ലൂയിസ് എടക്കളത്തൂർ, ആളെ അന്തരിച്ചു 2 വർഷം മുമ്പ്, അദ്ദേഹമാണ് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കാശിനെ കുറിച്ചൊന്നും ഫ്രാൻസിസ് മാഷ് പേടിക്കണ്ട, ഞാൻ സഹായിച്ച പല നഴ്സുമാരുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പോണ ഞാൻ അവിടെ വല്ലവരും പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അയൽവാസിയായ വർഗീസ് ഉണ്ട്, അവൻ്റെ വീട്ടിൽ അവൻ താമസിക്കാൻ സമ്മതിക്കും, പക്ഷെ അവൻ്റെ നമ്പർ എനിക്കറിയില്ല. അത് പേടിക്കണ്ട, ഞാൻ സഹായിച്ച ഒരു നേഴ്സ് റോസിലി അവിടെയുണ്ട്, ഞാൻ ഇപ്പോൾ വിളിക്കാം അവൾക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ പോകുന്ന അച്ഛന്മാർ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക കോൺഗ്രസ്സിനെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്. കോവിഡ് സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഖത്തറിലും ദുബായിലുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കളാണ് അവിടെ നിന്ന് പ്ലെയിൻ ചാർട്ടർ ചെയ്തിട്ട് നമ്മുടെ സീറോ മലബാർ സഭയിലെയും മറ്റു സമൂഹങ്ങളിലെയും ആളുകളെ ഇങ്ങോട്ട് കയറ്റി വിട്ടിരുന്നത്. അപ്പോൾ സഹായം വരുന്ന സമയത്ത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ നമുക്ക്. അപ്പോൾ എനിക്ക് അവിടെ നഴ്സുമാരാണ് സൂറിച്ചിലും ഓസ്ട്രിയയിലും. ഓസ്ട്രിയയിൽ നിന്ന് എനിക്ക് വേറൊരു നഴ്സാണ് എനിക്ക് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. ഞാൻ അവരോട് പറഞ്ഞു, വേണ്ട. അവിടെ നിന്ന് എറണാകുളത്തിൽ ചെന്നപ്പോൾ ഒരു നഴ്സാണ് എനിക്ക് പാരീസിലേക്കുള്ള ടിക്കറ്റ് എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട. അതെന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർ പറയുന്നത് അവർ കേൾക്കണേ? അവർക്കറിയാം അവരുടെ അമ്മമാരെയും അവരെയും ഇവിടെ നിന്ന് പിമ്പ് മനുഷ്യക്കടത്തുകാരൻ, ഇപ്പോൾ RSSകാർ വിളിച്ചുകൊണ്ടിരിക്കണില്ലേ നമ്മളെ. ആ പേര് കേട്ടിട്ട് അവരുടെ വരുമാനം കണ്ടിട്ടാണ്, ഇനി അവരുടെ ഇന്ന് ഡൊണേഷൻ കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന് ആലോചിച്ചിട്ടാണ് മറുനാടൻ മലയാളിയൊക്കെ നഴ്സുമാർ മാലാകന്മാരാണ്, അച്ഛന്മാർക്ക് പിരിവ് കൊടുക്കരുത്, നിങ്ങൾ പിരിവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ തന്നാൽ മതി, ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്, ഞാൻ ഇങ്ങനെ വായിട്ടലച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെ വിദേശത്ത് നിന്ന് കിട്ടിയ ആ പണം കണ്ടിട്ടാണ് പല ആളുകളും മറ്റു സമുദായക്കാരും ഈ ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ വേശ്യകളായവരെ മാലാകന്മാരാക്കാൻ വേശ്യാവൃത്തി ചെയ്യുന്നവൻ എന്ന പേര് കേട്ടിട്ടുള്ള ഈ വൈദികരെയും ഈ ബിഷപ്പിനെയും മറന്നുകൊണ്ട് ഇങ്ങനെ തലയിൽ എണ്ണ തേച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനെ പറയാം, തല മറന്ന് എണ്ണ തേച്ചാൽ എണ്ണ താഴ്ത്തു വീണ് വഴിക്ക് വീഴും, എന്നിട്ട് തല പൊട്ടും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരം ഒരു ചരിത്രമൊക്കെ ഉണ്ട് ഇതിൻ്റെ പിറകിൽ. അപ്പോൾ അതുകൊണ്ട് അന്ധമായിട്ടുള്ള സഭാവിരോധവും ക്രൈസ്തവ വിരോധവും വേണ്ട. അച്ഛന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് വിളിച്ച് അവരെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം, അല്ലാണ്ട് അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. ഏത് അച്ഛനെയും ഏത് ബിഷപ്പിനെയും ഏത് മാർപ്പാപ്പയെയും ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ഉണ്ടായിട്ട് തന്നെയാണ് ഇക്കാര്യം നിങ്ങളോട് പറയണേ. ഏതവസരം കിട്ടിയാൽ ഞാൻ പറയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ പിതാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടുന്നതിൽ വിരോധമുള്ള ആൾക്കാരാണ്. അതൊക്കെ പച്ചക്കള്ളമാണ്. സഭാവേദികളിൽ 2008 മിനിറ്റ്സിൽ നിന്നൊക്കെ അത് മാറ്റി കളഞ്ഞു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, 2008 ശമ്പള ഘടന പരിഷ്കരിക്കണം. ഇപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യാസം വന്ന ഒരവസ്ഥയിൽ സഭയെ വിമർശിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് എങ്ങനെയാണ് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് മാലാകന്മാരുടെ അവസ്ഥയിലേക്ക് വന്നത്? അത് സൈബർ ഗുണ്ടായിസം നടത്തിയിട്ടല്ല, അത് മറുനാടൻ മലയാളി പ്രഖ്യാപിച്ചിട്ടല്ല, അല്ലെങ്കിൽ UNA-ക്കാരല്ല. സ്വയം പിമ്പാണെന്നും മനുഷ്യക്കടത്തുകാരനാണെന്നും ഉള്ള ചീത്ത വിളി കേട്ടിട്ട് ഇവരെ കൊണ്ടുപോയി ഇപ്പോഴും അവരുടെ ആവശ്യങ്ങളിൽ നമ്മുടെ രൂപതകളും നമ്മുടെ വൈദികരും സീറോ മലബാർ സഭയുടെ ഒരു വലിയ സംഘാടന ശക്തി, സീറോ മലങ്കര സഭയുടെ സംഘാടന ശക്തി അവിടെയുണ്ട്. അവിടെയുള്ളവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.